ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടന കേസിൽ ഒരാൾ അറസ്റ്റിൽ. എന്നെ അറസ്റ്റ് ചെയ്തത് കർണാടക സ്വദേശി മുസമ്മിൽ ഷെരീഫിനെയാണ്. മുസമ്മിൽ സ്ഫോടനത്തിന്റെ പ്രധാന ആസൂത്രകനാണെന്നാണ് എൻഐഎ കണ്ടെത്തിയിരിക്കുന്നത്. മനേഷ് മൂർത്തി ബംഗളൂരിൽ ചേർന്നു. മനേഷ്, സ്ഫോടനം നടന്ന 28 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയ ആൾ ആസൂത്രകനാണെന്ന് പറയുമ്പോൾ ഈ ബോംബ് സ്ഥാപിച്ച ആളെ അടക്കം കുറിച്ചുള്ള സൂചനകൾ ലഭ്യമാണോ? അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഈ പിടിയിലായ ആളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സുഹൈൽ, എൻഐഎ 3 പേരെയാണ് ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ മുഖ്യ സൂത്രധാരൻ എന്ന് എൻഐഎ കണ്ടെത്തിയ മുസമ്മിൽ ഷെരീഫിനെയാണ്. കർണാടക സ്വദേശിയാണ് അയാൾ. മുസമ്മിൽ ഷെരീഫിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇയാൾ പ്രധാന ആസൂത്രകനാണ് എന്നുള്ളതാണ് എൻഐഎ പറയുന്നത്. മറ്റ് 2 പേർ, അത് ഒന്ന് മുസഫിർ ഷസീബ് ഹുസൈൻ എന്ന് പറയുന്ന ആളാണ്. ഇയാളാണ് കഫേയിൽ ബോംബ് സ്ഫോടനം നടത്തിയത്. മറ്റൊന്ന് അയാളെ സഹായിച്ച അബ്ദുൾ മദീൻ താഹ. ഇവർ 3 പേരും ഗൂഢാലോചനകൾ പങ്കാളിയാണ്. ഇന്നിപ്പോൾ അറസ്റ്റിലായിട്ടുള്ള മുസമ്മിൽ ഷെരീഫാണ് പുറത്തു നിന്നുള്ള സഹായങ്ങളെല്ലാം ഇവർക്ക് നൽകിയത് എന്നുള്ളതാണ് എൻഐഎ പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ 3 പേരെയും എന്തായാലും കൃത്യമായി തന്നെ എൻഐഎ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി കർണാടകയിലും തമിഴ്നാട്ടിലും ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിലുമൊക്കെ എൻഐഎ പരിശോധനകൾ നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് എൻഐഎ തന്നെ അറിയിക്കുന്നത്. എന്തായാലും 28 ദിവസം, അതായത് സ്ഫോടനം നടന്ന് 28 ദിവസം കഴിയുമ്പോഴാണ് ഒരു അറസ്റ്റിലേക്ക് എൻഐഎ കടക്കുന്നത്. മറ്റ് 2 പേർക്കായിട്ടുള്ള തിരച്ചിൽ, അതായത് ഈ സ്ഫോടനം നടത്തിയ മുസഫിർ ഷസീബ് ഹുസൈൻ എന്ന് പറയുന്നയാൾ, അതുപോലെ തന്നെ സഹായം നൽകിയ അബ്ദുൾ മദീൻ താഹ എന്ന് പറയുന്ന ഈ 2 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുന്നുവെന്നും എൻഐഎ അറിയിക്കുന്നുണ്ട്. സുഹൈൽ, ശരി. സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കൂടുതൽ പ്രതികളെ എന്നെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്ന വിശദാംശങ്ങളാണ് മനേഷ് മൂർത്തി ബംഗളൂരിൽ നിന്ന് നൽകിയത്.